ഹലോ മച്ചന്മാരെ, അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ വന്നതെന്ന് വെച്ചാൽ ഒരു ലെനോവ V7 എന്ന് പറയുന്ന മോഡലിലെ ടാബിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ മാറാമെന്ന് നോക്കാനാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡുവൽ സിം സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ സിം ഇട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ താഴെ പോയിട്ട് സ്ഥലം ഡിസ്പ്ലേയും ടച്ചും എല്ലാം പോയ ഒരു മോഡലാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ടാബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഐഫോൺ പോലെ, അതായത് സാധാ ഫോൺ പോലെ അല്ല, ഒരു ഐഫോണിൻ്റെ മോഡലിൽ ഫസ്റ്റ് ഡിസ്പ്ലേ അല്ലേ ഇളക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പും. കാരണം ഇതിൻ്റെ ബാക്ക് വശമല്ല ആദ്യമേ ഡിസ്പ്ലേ. അപ്പോൾ ഞാൻ ടെമ്പേർഡ് ഗ്ലാസിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, ഈ ടെമ്പേർഡിൻ്റെ കളയുന്ന വശം. അതുപോലെ തന്നെ ചെറിയൊരു നമ്മുടെ ബ്ലേഡ് എടുത്ത് ഏതെങ്കിലും ഒരു മൂല ശക്കലം ഒന്ന് പൊക്കിയ ഗൈസ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് ചെയ്തിട്ട് ഒരു ശക്കല ഇളക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെമ്പേർഡിൻ്റെ ഈ സാധനം ഇങ്ങനെ അതിനകത്തൂടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ ശകലം ഐ പി ഒഴിക്കുകയാണെങ്കിൽ ഇത് വേഗം തന്നെ ഇളകി പോരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഈ ടാബ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങളുടെ കയ്യിൽ ഈ ടാബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത് ഫുള്ള് നമ്മൾ എല്ലാ 4 വശവും ഇതുപോലെ തന്നെ ഒന്ന് വെക്കണം, ഈ ടെമ്പേർഡ് ഇട്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇത്ര അധികം ശ്രദ്ധ കൊടുക്കാതെ ഇത് സ്പീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ഉപകാരം ഇനിയില്ല. കാരണം ഡിസ്പ്ലേ വർക്ക് ചെയ്യത്തില്ല, ടച്ചിങ് ക്രാക്കഡാണ്, ടച്ച് ഒട്ടും വർക്ക് ചെയ്യത്തില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇതുപോലെ വേഗം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കുക, കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസോ എന്തെങ്കിലും ഇടുവാണെങ്കിൽ അത്ര സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ 4 മൂല ഇളക്കിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ടച്ച് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാബിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മോഡലിൽ ടച്ചും ഡിസ്പ്ലേയും സെപ്പറേറ്റ് ആണ്, ഇപ്പോഴത്തെ ഫോണിൻ്റെ പോലെയല്ല. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഡിസ്പ്ലേ ശകലം പോന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുണ്ട്, ഇത് മുഴുവൻ ക്രാക്കായിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ ഭാഗം ഫുള്ള്. അപ്പോൾ ഗൈസ് ഈ ഡിസ്പ്ലേ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയുടെ ഒരു ശകലം പ്രൊട്ടക്ഷൻ വരുന്ന ഒരു ചെറിയ പ്ലേറ്റ്, ആ സ്ട്രിപ്പ്, അത് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷനേ ഉള്ളൂ, വലിയ ഉപകാരമില്ല. അതിപ്പം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ശകലം ഇച്ചിരി ബലം കൊടുത്ത് വലിക്കുകയാണെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അവിടുന്ന് പറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കുള്ളൂ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമുള്ളതല്ല. അപ്പോൾ കേസ് നമ്മൾ ഇനി അതിൻ്റെ സ്ട്രിപ്പ് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേസ് പശ ഉണ്ട്, അത് നമ്മൾ പയ്യെ അങ്ങ് ഇളക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലെനോവയുടെ ടാബ് V7ൻ്റെ നമ്മൾ മാറാൻ പോകുന്ന ഡിസ്പ്ലേ. ഇതാണ് ഇത് മൊത്തം പൊട്ടി ഒരു പരിവായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയും ടച്ചും വേറെ വേറെയാണ്. അതുപോലെ ഇതുണ്ട്, ഈ ഒരു ഭാഗമുണ്ട്, ഇതാണ് ആ ടച്ചിൻ്റെ ഇത്. നമ്മൾ പറിച്ചപ്പം വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അതെ, പറിച്ചപ്പോൾ വിട്ടുപോയതാണ് ഗൈസ്. ഇതാണ് ഇതിൻ്റെ ചെറിയൊരു IC വരുന്ന ഒരു ചെറിയ സ്ട്രിപ്പ്, അത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ മോഡൽ ടച്ചുള്ള സ്ക്രീൻസ് ഒന്നും ഇപ്പം അങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ പുതിയ ഡിസ്പ്ലേ ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇത് മേടിച്ചിട്ടുണ്ട്, ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ഗൈസ് നമ്മുടെ V7ൻ്റെ പുതിയ ഡിസ്പ്ലേ. അപ്പം ഈ ടാബ് മോഡലിൻ്റെ ഫോൺസിനൊക്കെ ഡിസ്പ്ലേക്ക് ചില റേറ്റൊക്കെ ആവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇത് അതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഈ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ ഒരു പിന്ന് ചേർത്തൊക്കെ നിർത്തി. കാരണം നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് അങ്ങനെ വെക്കരുത്, പയ്യെ കയറിയില്ലെങ്കിൽ പയ്യെ സാവധാനം. കാരണം അതിൻ്റെ ഒരു ക്ലിപ്പ്, അതായത് ആ ഒരു പിൻ ചെയ്യുന്ന ഭാഗം എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ പിന്നെ അത് മാറേണ്ടി വരും. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ഓണാക്കിയിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് സാധനം ഓണായി വരുന്നുണ്ട്. ഗൈസ് ബാറ്ററി ഇല്ല, ചാർജ് ഇല്ല. ഓ ഗൈസ് ഇത് കുഴപ്പമില്ല, ഇപ്പം ലാഗുണ്ട്, സ്വിച്ച് ഓൺ ആക്കിയതിൻ്റെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് ടച്ച് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് അതായത് അതിന് വേണ്ടി ഏതെങ്കിലും ഒരു ആപ്പ് എടുത്ത് എല്ലാ മൂലയിലും അത് ഫുള്ളായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് നോക്കിയാൽ അത് എവിടെയെങ്കിലും ടച്ച് ഇഷ്യൂ ഉണ്ട്, അവിടെ നമുക്ക് കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇതിന് യാതൊരു ടച്ച് ഇഷ്യൂസും ഒന്നും വരുന്നില്ല. കോളിങ്ങിൻ്റെ നമ്മൾ എല്ലാ ബട്ടൺസും ചെക്ക് ചെയ്യുകയാണ് ജസ്റ്റ്. ഗൈസ് കോളിങ് എല്ലാ ബട്ടൺസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗൈസ് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഓഫ് ആക്കാം. അപ്പം മച്ചന്മാരെ, ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേ പയ്യെ അതിൽ നിന്ന് മാറ്റി വെക്കാം കുറച്ച് നേരത്തിന്.
നമുക്ക് വെക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടി നമുക്ക് പശ, അതുപോലെ തന്നെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം മച്ചാന്മാരെ. അല്ലെങ്കിൽ ഒരു ശകലയിൽ ഒരു തരി അതിൽ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ഒരു വെക്കുന്ന കീപ്പിംഗ്, അതായത് നമ്മൾ ലെവലിൽ വെക്കുമ്പോൾ അവിടെ പൊങ്ങിയും താഴ്ന്നു ഒക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗൈസ് നമ്മൾ നല്ലപോലെ എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗം റിമൂവറിൻ്റെ ലിക്വിഡ് ഉണ്ട്, അത് എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ എടുക്കണം മച്ചാന്മാരെ. അത് ശകലം കഴിവത് ഏറ്റവും വൃത്തി ക്ലീൻ ചെയ്യുക, അതുപോലെ ക്ലീൻ ചെയ്യണം മച്ചാന്മാരെ. അതുപോലെ നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും കഴിവതും നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക മച്ചാന്മാരെ. ഏറ്റവും നീറ്റായിട്ട് ചെയ്യുക, അത്രയും നല്ലതാണ് ഗൈസ്. അതുപോലെ തന്നെ മച്ചാന്മാരെ, നിങ്ങൾ ടാബ് B7 മോഡലിൻ്റെ ഡിസ്പ്ലേ എപ്പോഴും മാറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലൂ അടിക്കാം. ഗ്ലൂ അടിക്കും ഗൈസ് ഒറ്റ ലെയർ ഗ്ലൂവിൻ്റെ ആവശ്യമുള്ളൂ ഗൈസ്. ഏറ്റവും ഒരു മൂല എഡ്ജായിട്ട് വന്നിട്ട് കറക്റ്റ് ഒരു ഗ്ലൂ ചെയ്താൽ മതി. അത് എല്ലായിടത്തും ഒരേ ഒരു അളവിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ പൊങ്ങുകയും താഴ്ന്നു ഇരിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ കറക്റ്റായിട്ട് എല്ലാം ഒരേ ഒരു അളവിൽ തന്നെ, ഒരേ അളവിൽ ആ ഗ്ലൂ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി ഗൈസ് നോക്കുക ഗൈസ്. അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരിക്കലും ഗ്ലൂ വെക്കാതിരിക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് അല്ലാതെ, ഇപ്പോൾ ഈ ഒരു മോഡലിനാണെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്പ്ലേ അഴിക്കാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ബാറ്ററിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അഴിക്കാൻ നോക്കുമ്പോൾ സെൻറ്റർ പശ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് പോകുന്നതായിരിക്കും. ഡിസ്പ്ലേ പറിക്കുമ്പോൾ ശരിയാവുകയില്ല, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഒരുപാടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഡിസ്പ്ലേ വെക്കാം. കറക്റ്റായിട്ട് ഒരു ഗ്ലൂ ഗം വെച്ചിരിക്കുന്നത് സീറ്റിങ് കൊടുക്കുക. ശക്കര മേളിലോട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് താഴോട്ട് കൊടുക്കുക. അതാണ് നല്ലൊരു സീറ്റിങ് കിട്ടും. ഒരു ശക്കലം മേളിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് താഴോട്ട് കൊടുക്കുക. ഇപ്പോൾ ഗൈസ് നല്ലൊരു നമ്മൾ അമക്കിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് റബ്ബർ ബാൻഡ് ഇടാം. അപ്പോൾ ഗൈസ് നമ്മളൊരു അരമണിക്കൂർ റബ്ബർ ബാൻഡ് ഇട്ട്, അതായത് എല്ലായിടത്തും എത്തുന്ന, അതായത് നമ്മുടെ ഡിസ്പ്ലേയുടെ എല്ലാ മൂലയ്ക്കും തന്നെ ഈ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മളെല്ലായിടത്തും, അതായത് പരമാവധി റബ്ബർ ബാൻഡും എല്ലാ ഒരു മൂലയ്ക്കും തന്നെ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിസ്പ്ലേ ഒട്ടിക്കാൻ വേണ്ടിയുള്ള പ്രസ്സിങ്ങിൻ്റെ ഒരു ചെറിയ മെഷീൻ പോലത്തെ സാധനം മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം എൻ്റെ അതില്ലാഞ്ഞ റബ്ബർ ബാൻഡ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് ഇട്ടതേ ഉള്ളൂ. അതും അവൈലബിൾ ആണ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ പറ്റുന്നത്ര കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ബട്ടൺ റബ്ബർ ബാൻഡ് ആണെങ്കിൽ സാധനം ഓണായി വരുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് റബ്ബർ ബാൻഡ് എല്ലാം ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും മൂലം തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട എല്ലാ സൈഡും തന്നെ നല്ലപോലെ ഒന്ന് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് ഓണാക്കാം. ഗൈസ് ഇപ്പം നമ്മൾ മുമ്പേ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് പിന്നെ ഓഫ് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ അത് ഓണായി വരുന്നുണ്ട്. ഗൈസ് നമുക്ക് ആ ഒരു കവർ പൊളിച്ചോളാം. ഗൈസ് കവർ പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കറക്റ്റ് സെറ്റപ്പിലാണ് സാധനം വന്നത്. ഗൈസ് നമ്മുടെ ലെനോവ ടാബ് B7 ഡിസ്പ്ലേ അങ്ങനെ നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും അതിന് കുഴപ്പമുണ്ടോയെന്ന്. കാരണം നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ അതിനൊരു കുഴപ്പവും വരികയില്ല. പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് സീറ്റിങ് ചെയ്തൊക്കെ കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ടച്ച് പിന്നെ കൈ വിട്ടുപോവുക പ്രശ്നങ്ങളൊക്കെ വരും. ഗൈസ് അതാണ് ഈ ഡിസ്പ്ലേ മാറുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. കാരണം ചെക്ക് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവും കാണുകയില്ല. ബട്ട് നമ്മൾ എല്ലാം ഇട്ട് സീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവസാനം ചെക്ക് ചെയ്യുമ്പം ടച്ച് കയ്യിൽ നിന്ന് പോവുക. അത് പിന്നെ ക്യാമറ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 2 ക്യാമറയും ഒരു കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.